ഇവിടെ ഭക്ഷണം കഴിക്കാൻ വന്നാൽ രണ്ടുണ്ട് കാര്യം. ഒരേ സമയം മനസ്സും നിറയും വയറും നിറയും. നല്ല അടിപൊളി ഫുഡും ചില ആക്ടിവിറ്റീസും ഇടതല്ലേ, എല്ലാം പറഞ്ഞുതരാം. വാ. കുറച്ചു നേരമായി ഇങ്ങനെ കാത്തിരിക്കുന്നു. കുരുങ്ങുമീനെ കിട്ടടാ, കിട്ടി. അമ്മ കിട്ടി. ഇത് സിലോപ്പിയല്ലേ? സിലോപ്പിയ. ഇതിന്റെ ഫ്രൈ എന്താ ചെയ്യാ? ഇത് ഫ്രൈ ചെയ്യാം, പൊള്ളിക്കാം, എന്താ വേണേലും ചെയ്തു തരാം. ഏതാ സ്പെഷ്യൽ? നമ്മുടെ സ്പെഷ്യൽ എന്താ? സ്പെഷ്യലി ഇത് പൊള്ളിക്കുന്നതാ. അന്നാ പൊള്ളിച്ച്. ഉച്ചയ്ക്ക് കൊണ്ട് എന്തൊക്കെയാ മൊത്തം ഐറ്റംസ് എന്തൊക്കെയാ? മീൻകറി ഉണ്ടായിരുന്നു, തോരൻ, പച്ചടി, സാമ്പാർ, പുളിശ്ശേരി, പച്ചമോര്, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, കരിമീൻ. ഈവനിങ് എന്തൊക്കെയാ ഐറ്റം? ഈവനിങ് കപ്പ, മീൻകറി, പൊറോട്ട, ദോശ, ചപ്പാത്തി, പിന്നെ ബീഫിൻ്റെ എല്ലാ ഐറ്റവും ഉണ്ട്, പിന്നെ ചിക്കൻ്റെ എല്ലാ ഐറ്റവും ഉണ്ട്. പിന്നെ പ്രധാനമായിട്ടും ഈ മീനിൻ്റെ ഐറ്റംസിനാണ് എല്ലാവരും വരുന്നത്. ഇതിപ്പോൾ എത്ര ഉണ്ടാവും ടോട്ടൽ? ഇപ്പോൾ ഈ പോട്ട് മാത്രമായിട്ട് ഇങ്ങനെ ഈ കുളം മാത്രം നിൽക്കുന്ന ഒരു 70 സെൻറ്റ്. നമ്മൾ അപ്പുറത്ത് ചെറിയ കുളമുണ്ട്. ചെറിയ കുളത്തിനകത്ത് നമ്മൾ ഒരു 3000 സിലോപ്പി ഇറക്കിയിരുന്നു. അത് സെപ്പറേറ്റ് ആണ്. ഇവിടെ നാച്ചുറലി നമുക്ക് കുളത്തിൽ നിന്ന് കിട്ടുന്നതും, പിന്നെ ഈ രാവിലെ മീൻ പിടിക്കാൻ പോകുന്നവർ മീൻ പിടിച്ചുകൊണ്ട് വരുമ്പോൾ വലിയ മീനുണ്ട് അല്ലെങ്കിൽ മുട്ടയുള്ള മീനുകളുണ്ടെങ്കിൽ നമ്മൾ ഇതിലേക്ക് അങ്ങ് ഇറക്കുകയാണ്. അപ്പം നാച്ചുറലി അത് ബ്രീഡ് ചെയ്ത് വലുതാകുകയാണ്. അല്ല, ഇങ്ങനെ കോൺസെപ്റ്റ് തോന്നാൻ കാരണം എന്താ? അല്ലെങ്കിൽ ആദ്യം മത്സ്യകൃഷി ഉണ്ടായിരുന്നോ? ഇല്ലില്ല, നമ്മൾ ഈ സ്ഥലം കണ്ടപ്പോൾ ഒരു നാച്ചുറലി ഒരു നല്ലൊരു ആംബിയൻസും അത്യാവശ്യം നമുക്കിവിടെ മീനും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പം തുടങ്ങി നോക്കി, ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു, വരുന്നു. ഇത് മൊത്തം ഫാമിലി അല്ലേ? വേറെ ആരും? ഫാമിലി ഫുൾ ഫാമിലിയാണ്. ഇത് ബ്രോയും അച്ഛനും അമ്മ, വൈഫ്, അനിയത്തി. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വലയിടും. ഉച്ച ഊണും അങ്ങനെയൊക്കെ ആയിട്ട് പോകാനായിട്ട് വലയിടും. അത് കഴിഞ്ഞ് അത് പ്രിപ്പയർ ചെയ്ത് ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ആൾക്കാർ വരും. അപ്പോഴത്തേക്ക് പൊള്ളിച്ച് കൊടുക്കാനും ഫ്രൈ ചെയ്യാനും അങ്ങനെയൊക്കെ ഓർഡർ വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെക്കും. ഇത് പ്രോപ്പർ സ്ഥലം പറയുമ്പോൾ കായംകുളത്ത് നിന്ന് ഇപ്പോൾ എങ്ങോട്ട് വരണ്ടേ? ഹരിപ്പാട്ടിട്ട് പോകുന്ന ഹൈവേ സൈഡിൽ NTPC ഗേറ്റിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് നേരെ വരുന്നത് നമ്മുടെ കടയുടെ ഫ്രണ്ടിലോട്ടാണ്. ആണോ? ഈ പ്രോപ്പർ സ്ഥലപ്പേര് എന്താ? ചുളത്തെരുവ്. നൈറ്റ് ക്ലോസിംഗ് എത്ര? 10 മണിക്കോ? 11:30-12 മണി ഒക്കെ ആകുമ്പോൾ ക്ലോസിങ്. കായലിലേക്ക് ഇറങ്ങാനായിട്ട്, സേഫായിട്ട് ഇറങ്ങാനായിട്ട് കുറച്ച് സ്റ്റെപ്സ് വേണത്. ഇവിടെ വെള്ളം ഇറക്കിയിട്ട് വൈകുന്നേരം വേറെ ആംബിയൻസ് അല്ലേ? അതെ, വൈകുന്നേരം വേറൊരു ആംബിയൻസ്. സൂര്യനൊന്ന് താഴ്ന്നു കഴിഞ്ഞാൽ പിന്നെ നല്ല കാറ്റും, തണുത്ത കാറ്റ്. നമ്മൾ കേരളത്തിൽ അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുവിധം പല സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ആംബിയൻസിൽ ഭക്ഷണം കഴിക്കുന്നത് ആദ്യമായിട്ടാട്ടോ. അസ്തമയം കണ്ടോ? സൂര്യൻ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നല്ല കാറ്റും. അപ്പോൾ നമ്മൾ പിടിച്ച പിലോപ്പിയ നല്ല വാഴയിൽ പൊള്ളിച്ച് വെച്ചേക്കുക മക്കളെ. പൊളി.
അപ്പമുണ്ട്, ദോശയുണ്ട്, പൊറോട്ടയുണ്ട്, കരിമീൻ ഫ്രൈ ഉണ്ട്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ഞണ്ടുണ്ട്, കണവ റോസ്റ്റ് ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്. പിന്നെ ആലപ്പുഴ വന്നിട്ട് കരിമീൻ കഴിക്കാതെ പോകാൻ പറ്റുമോ? കരിമീനും കൊള്ളാം. കരിമീനും അത്യാവശ്യം സോഫ്റ്റാണ്. ഇതുവരെ കഴിച്ച ടേസ്റ്റ് അല്ല ചിക്കന്, വേറെ പ്രത്യേക ടേസ്റ്റ്. ഒരു മസാലയ്ക്ക് വ്യത്യാസമുണ്ട്. കൊള്ളാം. ഈ പുറത്ത് കാണുന്ന അമലാസ് തട്ടുകട എന്നുള്ള പേര് കണ്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഇതൊരു തട്ടുകടയല്ല, സംഗതി വേറെ ലെവലാട്ടോ. സംഗതി വേറെ ലെവൽ എന്നുള്ള വേറെ ലെവൽ. അപ്പോൾ ഇതിലും അടുത്തൊരു വീഡിയോ വീണ്ടും பார்க்கலாம். ഓട്ടെ, ബൈ. ഓക്കെ, സീ യു.